ഇന്ത്യയിൽ GST കൂടിയതിന് ശേഷവും കൊറോണ എന്ന മഹാമാരി വന്നതിന് ശേഷവും ബ്രാൻഡുകൾക്ക് ഭയങ്കര നഷ്ടമായിരുന്നു ഉണ്ടായത്. നമ്മുടെ ഫോണുകളുടെ എല്ലാം വില കുത്തനെ വർദ്ധിക്കുകയാണ് ചെയ്തിരുന്നത്. പണ്ട് നമ്മൾ ബഡ്ജറ്റ് ഫോണുകളായി കണ്ടിരുന്ന 10,000 രൂപയിൽ താഴെയുള്ള ഫോണുകൾക്കല്ല ഇപ്പോൾ വില കൂടി ഏകദേശം മിഡ് റേഞ്ച് ഫോണുകളായി മാറിയിരിക്കുന്നു. എന്ന് പറയുമ്പോൾ 15,000 രൂപയുടെ മുകളിലായിരിക്കുന്നു ഇതിൻ്റെയൊക്കെ വില. ഇപ്പോൾ 10,000 രൂപയുടെ താഴെ നോക്കുകയാണ്. കഴിഞ്ഞ വർഷം വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഒരു മികച്ച ഫോൺ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് റെഡ്മി അതിൻ്റെ പണ്ട് കാലത്ത് നിർത്തിപ്പോയ സീരീസായ പ്രൈം സീരീസ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിന്ന് റെഡ്മി 9 പ്രൈമിൻ്റെ ഫുൾ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 3 ആഴ്ച കൂടുതലായിട്ടുണ്ട്. ഞാനിതിനെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺബോക്സിങ് അത് ഡീറ്റെയിൽ ആയിട്ട് സ്പെക്സ് എല്ലാം ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ അൺബോക്സിങ് പോയി കാണുക. ഇവിടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകത്തേ ഉള്ളൂ സ്പെക്സ്, എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങളാണ് പറയാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന കൂട്ട് തന്നെ നമ്മളിത് സെഗ്മെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് ഡിസൈനിൽ തന്നെ തുടങ്ങാം. ഡിസൈനിൽ ആദ്യം തന്നെ ഇതിൻ്റെ പുറകുവശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് വരുന്നത് ഒരു പോളികാർബണേറ്റ് പാക്ക് ഡിസൈനാണ്. ഒറ്റ നോട്ടത്തിൽ പോക്കോ X2 ആയിട്ട് നല്ല സിമിലാരിറ്റി ഇതിനുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഇതിന് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഗ്ലാസ് ആയിരുന്നു, ഇവിടെ പ്ലാസ്റ്റിക് ഫിനിഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറ മോഡ്യൂളിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കാണാം 3 ക്യാമറയും അതിൻ്റെ താഴെ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമാണ് വന്നിരിക്കുന്നത്. ഡെപ്ത് സെൻസർ ക്യാമറയും ഫ്ലാഷും അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. ഇത് തൊട്ട് നോക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരപരത്ത പ്രതലത്തിൽ തൊടുന്നൊരു ഫീലാണ്. ഫിനിഷിന് പറയുന്ന പേരാണ് ടെക്സ്ചർ ഫിനിഷ്. ഈ ടെക്സ്ചർ ഫിനിഷിന് ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്ലോസി ഫിനിഷിൻ്റെ കൂട്ട് അത്രയ്ക്ക് സ്മജിയല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ഒരിക്കലും ഇതിനകത്ത് പതിയത്തില്ല. നിങ്ങൾ എത്ര പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഫിംഗർ പ്രിൻ്റ് ഒന്നും അധികം പതിയത്തില്ല ഈ ഫോണിനകത്തിട്ട്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം കവർ ഇല്ലാതെ നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി നമ്മൾ കവർ ഇട്ട് നോക്കുകയാണെങ്കിൽ കവർ പെർഫെക്റ്റ് ഫിറ്റാണ് ഈ ഫോണിന്. പിന്നെ തൊട്ട് നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇച്ചിരൂടെ നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി ഇതിനകത്ത് നല്ലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. കാരണം നിങ്ങൾ സാംസങ് M സീരീസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ മോട്ടോയുടെ 1 ഫ്യൂഷൻ പ്ലസിലേക്ക് നോക്കുകയാണെങ്കിൽ അറിയാം അതിനകത്തിൻ്റെ പ്ലാസ്റ്റിക് അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് അല്ല അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് റെഡ്മി ഒരു കോംപ്രമൈസ് വന്നിട്ടില്ല. ഇച്ചിരി നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് പുറകിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സിംഗിൾ കേസിലാണ് ഇതിൻ്റെ ബാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കയ്യിൽ പിടിക്കാൻ നല്ല സുഖമാണ്. കാരണം ഇതിൻ്റെ എഡ്ജസ് എല്ലാം കർവ്ഡാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 198 ഗ്രാം. ഈ ഒരു ബാറ്ററിയുടെ വെയിറ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു വെയിറ്റാണ്. നമുക്ക് ഈ ഫോൺ കൈ പിടിക്കുമ്പോൾ നിങ്ങൾ 4000 അല്ലെങ്കിൽ 4500 mAh ബാറ്ററിയുള്ള ഫോണുകളും ഗ്ലാസ് ബാക്കുള്ള ഫോണുകളും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ നിങ്ങൾ ചെറിയൊരു വെയിറ്റുള്ള ഫോൺ ഉപയോഗിച്ചിട്ട് ഈ ഫോണിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഹെവി ആയിട്ട്. ബാക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കവർ ഇട്ട് തന്നെ ഉപയോഗിക്കുക. ഇതിലേക്ക് നമ്മൾ അൺബോക്സിംഗ് പറഞ്ഞു കൊണ്ട് തന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 2 സിം SD കാർഡ് ഉപയോഗിക്കാം. ഇത് 128 GB വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്തിൽ വാട്ടർ ഡാമേജിന് വേണ്ടി നാനോ P2I കോട്ടിങ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇതിന് ക്യാമറ മൊഡ്യൂൾ വരുന്നത് 3 ക്യാമറയും അതിൻ്റെ താഴെ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമാണ്. ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആ ക്യാമറയുടെ അതേ ഒരു സൈസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫിംഗർ പ്രിൻറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ സർഫസ് ഏരിയ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ആക്യുറസിക്കും ഒരു കാര്യവും കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ കൈവച്ചാൽ തന്നെ കറക്റ്റായിട്ട് തുറക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു നീളം കുറഞ്ഞ കൈയാണ് നിങ്ങളുടെങ്കിൽ ഇത് എത്തിപ്പെടാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇച്ചിരി ടോളായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫിംഗർ പ്രിൻറ്റ് വെച്ചാൽ മാത്രമേ ഇത് തുറക്കത്തുള്ളൂ. സർഫസ് ഏരിയ ഫിംഗർ പ്രിൻറ്റ് ഭയങ്കര കുറവാണ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് ഫിംഗർ പ്രിൻറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അതേ പൊസിഷനിൽ വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തുറക്കുന്നതിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ അത് ആക്യുറസിയിലോ സ്പീഡിലോ ഒന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഡിസൈനിൽ വന്ന് എനിക്കൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്ലേസ്മെൻറ്റിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. മുകളിലത്തെ IR ബ്ലാസ്റ്ററും സെക്കൻഡറി നോയ്സ് മാഗ്നിഫിക്കേഷൻ താഴത്തെ സ്പീക്കേഴ്സിനും അതുപോലെ തന്നെ അതിൻ്റെ പ്ലേസ്മെൻറ്റിലൊന്നും എനിക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ല. കറക്റ്റ് പ്ലേസ്മെൻ്റ് ഒക്കെയാണ്. അപ്പം ഡിസൈനിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 10,000 രൂപയിൽ ഒരു നല്ല ഡിസൈൻ തന്നെ അവർ തരുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് എന്താണ്, ഡിസ്പ്ലേയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.53 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കൂടാതെ 400 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 3യുടെ സപ്പോർട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഓഡിയോഫോബിക് കോട്ടിങ് ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം 10,000 രൂപയിൽ വളരെ കുറച്ച് ഫോണുകൾ അല്ലെങ്കിൽ വളരെ അപൂർവം ഫോണുകൾ മാത്രമാണ് ഫുൾ HD+ ഡിസ്പ്ലേ വരാറുള്ളത്. അതിൽ ഒരു ഫോണാണ് നമ്മുടെ റെഡ്മി 9 പ്രൈം. പക്ഷേ ഇതിനകത്ത് ഈ ഒരു പോരായ്മയും കൂടെയുണ്ട്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് അവർ കുറവാണ് തന്നിരിക്കുന്നത്, 400 നിറ്റ്സ്. നിങ്ങൾ ഔട്ട്ഡോർ യൂസ് ചെയ്യുമ്പം വലിയ കുഴപ്പം ഉണ്ടാകത്തില്ല. ഇച്ചിരി തണലത്തൊക്കെ നിന്ന് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം വരത്തില്ല. അതുപോലെ തന്നെ ഇൻഡോറിൽ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. പക്ഷേ
നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റ് നിങ്ങളുടെ ഫോണിൽ പതിക്കുന്ന ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് കൈ വെച്ച് ഈ ഫോൺ നോക്കേണ്ടി വരും. കാരണം ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറവാണ്. നമ്മളിത് നോട്ട് 9 Pro ആയിട്ട് കമ്പയർ ചെയ്താലും റിയൽമി 6i ആയിട്ട് കമ്പയർ ചെയ്താലും ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒരു 50 അല്ലെ 80 നിറ്റ്സ് കുറവാണ്. പിന്നെ ഇതിൻ്റെ ഓഡിയോഫോബിക് കോട്ടിംഗ് ഡിസ്പ്ലേ കൊടുത്തേക്കുന്നതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അതും അത്രയ്ക്ക് നല്ലൊരു ഓഡിയോഫോബിക് കോട്ടിംഗ് അല്ല കൊടുത്തേക്കുന്നത്. 10,000 രൂപ പൊതുവെ ഇങ്ങനെയാണ് വരാറുള്ളത്. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണ്, സ്മജസ് ഒക്കെ നല്ലതായിട്ട് നിങ്ങൾ സ്ക്രാച്ച് കാർഡ് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. ഇതിനകത്ത് ഭയങ്കര സ്മജി ആയിട്ടാണ് ഡിസ്പ്ലേ ഫീൽ ചെയ്യുക. ഉണ്ട് ഫുൾ എച്ച് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വൈഡ് ബാൻഡിൻ്റെ സപ്പോർട്ട് റെഡ്മി തന്നിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ഞാൻ ആമസോണും നെറ്റ്ഫ്ലിക്സിലും കയറി പല വീഡിയോസും പ്ലേ ചെയ്തു. അതിനൊന്നും ഒരു കുഴപ്പങ്ങളും ഇല്ല. നിങ്ങൾക്ക് ഫുൾ എച്ച് ഡി കണ്ടന്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോൺ മേടിക്കാൻ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, പ്രത്യേകിച്ച് 10,000 രൂപയ്ക്ക് താഴെ. ഇനി നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ എല്ലാവർക്കും അറിയാം, റെഡ്മി ഫോണുകളിൽ ഉപയോഗിക്കുന്നത് MIUI ആണ്. ഇതിനകത്ത് വരുന്ന വെർഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MIUI 11 ആണ്. വൈകാതെ തന്നെ ഇതിനകത്ത് MIUI 12 വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് വേർഷൻ 10 റൺ ചെയ്യുന്നത്. ഫോണുകളിലും കാണുന്ന പ്രശ്നം ഈ ഫോണിനകത്തിലുണ്ട്, അതാണ് പരസ്യം. ഇഷ്ടംപോലെ ആഡ്സ് എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചു. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആപ്പ് റെക്കമെൻഡേഷൻ ഓഫ് ആക്കി ഉപയോഗിക്കുക. അതുപോലെ തന്നെ MI ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇഷ്ടംപോലെ ആഡ്സ് ആണ് ഈ ഫോണിനകത്ത് വരുന്നത്, അതിന് ഒരു കുറവുമില്ല. പിന്നെ ഇഷ്ടംപോലെ ബ്ലോട്ട്വെയർസ് വരുന്നുണ്ട്, സിലി പോലുള്ള ആപ്പുകൾ, പിന്നെ കുറേ ഗെയിംസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ കളിക്കുക, അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ബാൻ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനകത്ത് റിമൂവ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ക്ലീനർ എന്ന് പറഞ്ഞ ആപ്പ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റുകളിൽ മിക്കവാറും എല്ലാ ഫോണിൽ നിന്നും അത് റിമൂവ് ആകുന്നതായിരിക്കും. സ്റ്റോറേജിനെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇരുന്നത് 128 GB വേരിയൻ്റ് ആയിരുന്നു. അതിനകത്ത് ഏകദേശം 110 GB എനിക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നുണ്ടായിരുന്നു ഇനിഷ്യൽ ബൂട്ടിങ്ങിൽ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് eMMC 5.1 ആണ്. പിന്നെ റാമിൽ 4 GB എനിക്ക് ഏകദേശം 2.5 GB കിട്ടുന്നുണ്ടായിരുന്നു. റാം ഉപയോഗിച്ചിരിക്കുന്ന LPDDR4X റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സെൻസേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാ സെൻസേഴ്സും ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നു. ഒരു സെൻസേഴ്സും റെഡ്മിനകത്ത് സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ചില ഫോണുകളില്ലാത്ത അഡീഷണൽ ആയിട്ടൊരു സെൻസർ അവർ ഉപയോഗിക്കുന്നുണ്ട്, IR ബ്ലാസ്റ്റർ, ജൈറോസ്കോപ്പ്, പ്രോക്സിമിറ്റി സെൻസർ, അതുപോലെ തന്നെ എല്ലാ സെൻസേഴ്സും. പിന്നെ ഇതിനകത്ത് ഗൂഗിൾ ക്യാമിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. Cam 2 API സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊതുവെ MediaTek പ്രോസസ്സറിന് Gcam വളരെ കുറച്ചാണ് വരുന്നത്. ഇതിൻ്റെ സപ്പോർട്ടുണ്ട്. ഇനി ഭാവിയിൽ ഏതെങ്കിലും ഒരു ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഫുൾ ഫീച്ചേഴ്സും ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ കുറച്ച് നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വൈഫൈ ബാൻഡ്വിഡ്ത്ത് 5 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാൻഡ്വിഡ്ത്ത് 5ൻ്റെ സപ്പോർട്ട് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല സ്പീഡുള്ള നെറ്റ്വർക്ക് കിട്ടുന്നതായിരിക്കും. നല്ല സ്പീഡുള്ള വൈഫൈ കണക്ടിവിറ്റി ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് 1 GB വരെയുള്ള സ്പീഡ് വൈഫൈ ത്രൂ കിട്ടുന്നതായിരിക്കും. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഈ ഒരു പ്രൈസിൽ അങ്ങനെ കുറച്ച് ഫോണുകളേ ഉള്ളൂ വൈഫൈ ബാൻഡ്വിഡ്ത്ത് 5 സപ്പോർട്ട് ചെയ്യുന്നത്. അതും വളരെ നല്ല കാര്യമായിട്ട് ഇതിനകത്ത് ഫോണിൻ്റെ പറയാം. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ വേർഷൻ 5.0 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നി. അടുത്തത് നമ്മളിത് പോകുന്നത് ക്യാമറയിലേക്കാണ്. ക്യാമറ സ്പെക്സ് ഞാൻ ചുരുക്കി പറയാം. ആദ്യമേ എൻ്റെ പ്രൈമറി ക്യാം വരുന്നത് 13 മെഗാപിക്സലാണ്. അൾട്രാ വൈഡ് വരുന്നത് 8 മെഗാപിക്സലാണ്. അതിനകത്ത് 118 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. പിന്നെ മാക്രോ വരുന്നത് 5 മെഗാപിക്സലും പോർട്രേറ്റിൻ്റെ ക്യാം വരുന്നത് 2 മെഗാപിക്സലുമാണ്. ആപ്പിലെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ പല പല ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. സിനിമാറ്റിക് മോഡ് എന്ന് പറഞ്ഞ ഫീച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ക്യാമറയിലൊരു ഫീച്ചറുണ്ട്. പിന്നെ പ്രോ കളർ മോഡ്, അങ്ങനെ പല പല ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഷൂട്ടിംഗ് കേപ്പബിലിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ 1080p 30 FPS നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് സോഫ്റ്റ്വെയർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോണിന് നൈറ്റ് മോഡ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഫ്രണ്ട് ക്യാമിലായാലും ബാക്ക് ക്യാമിലായാലും ശരി, അതൊരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഈ പ്രൈസിൽ വരുന്ന മിക്ക റിയൽമി ഫോൺസിനും അതുപോലെ തന്നെ പല ഇൻഫിനിക്സ് ഫോൺസിനും നമ്മൾ കാണാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നൈറ്റ് മോഡുണ്ട്. പക്ഷേ ഇവിടെ ആ നൈറ്റ് മോഡ് അവർ സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യമേ പ്രൈമറി ക്യാമറയിലേക്ക് പോവാം. എല്ലാ ഫോണും ഈ പ്രൈസിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതുകൂട്ട് തന്നെ ഈ ഫോണും പെർഫോം ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. ലൈറ്റുള്ള കണ്ടീഷനിൽ ഫോണിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കിഡുവാണ്. നല്ല ഡൈനാമിക് റേഞ്ചും അത്യാവശ്യം നല്ല ഷാർപ്നെസ്സും ഉള്ള ഫോട്ടോകളാണ് ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നത്. ഇത് ലൈറ്റ് മങ്ങിയ സമയത്ത് ഞാൻ ഇച്ചിരി ഫോട്ടോ എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇച്ചിരി ഡള്ളായിട്ടാണ് ഫോട്ടോ വന്നത്. അതും ഒരു ചെറിയ പ്രശ്നമാണ് ഈ ഫോണിൻ്റെ. പിന്നെ പോർട്രേറ്റിലേക്ക് പോകണമെങ്കിൽ എഡ്ജ് ഡിറ്റക്ഷൻ ഒന്നും ഒരു കുഴപ്പമില്ല പ്രൈമറി ക്യാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും മാക്രോ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ മാക്രോ ക്യാമറ എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് മിസ്സാണ്. നിങ്ങളുടെ ഭാഗ്യം കൂട്ടിരിക്കും. ചില സമയത്ത് കിടിലൻ പിക്ചേഴ്സാണ് ഈ 5 മെഗാപിക്സൽ മാക്രോ ക്യാമറ തരുന്നത്. ചില സമയത്ത് വളരെ പരിതാപകരമായിട്ടുള്ള ഫോട്ടോയാണ് തരുന്നത്. ഇവിടെയും ലൈറ്റിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ല ലൈറ്റുള്ള സമയത്ത് നല്ല ഫോട്ടോകളാണ് ഇത് തരുന്നത്. ഇരുട്ടിലേക്ക് പോകുന്നതോറും ഇതിൻ്റെ പെർഫോമൻസ് കുറയും, ഷാർപ്നെസ് കുറയും, അതുപോലെ തന്നെ കളർ ആക്യുറസിയും എല്ലാം കുറയുന്നതായിട്ടാണ് നമ്മൾ കാണാൻ സാധിച്ചത്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറയെ കുറിച്ച് പറയുവാണെങ്കിൽ 8 മെഗാപിക്സൽ നല്ലൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പറയാം. നല്ല ഡൈനാമിക് റേഞ്ചും കളർ ആക്യുറസിയും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പ്രൈമറി ക്യാമറിൻ്റെ അതേ കളർ
ആക്യുറസി തന്നെ എനിക്ക് ഇവിടെയും കിട്ടുന്നുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഷാർപ്നെസ് ഒക്കെ നമ്മൾ പ്രൈമറി ക്യാമറ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും നല്ലൊരു ഫോട്ടോയാണ് ഓവറോൾ. നമ്മൾ ഈ ഒരു 8 മെഗാ പിക്സൽ ഈ 10,000 രൂപയ്ക്ക് നോക്കുമ്പം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ നോട്ട് 9 ഒരു പൊടി മുകളിൽ നിന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ഈ വൈഡ് ആംഗിൾ ലെൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇനി നൈറ്റ് മോഡിലേക്ക് പറയുകയാണെങ്കിൽ അത് നൈറ്റ് മോഡ് ഇല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ട് തന്നെയാണ്. നൈറ്റ് മോഡ് ഇല്ലാതെ ഞാൻ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ മതി നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവാൻ. നിങ്ങൾക്ക് ജസ്റ്റ് കാണാം. നമ്മൾ പ്രൈമറി ക്യാമറ എടുക്കുന്ന ഫോട്ടോ ആയാലും നമ്മൾ വൈഡ് ആംഗിൾ അല്ലെങ്കിൽ മാക്രോ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ ആയാലും നമ്മളൊന്ന് ക്ലോസ് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ഗ്രെയിൻസ് ആയിട്ടാണ് ഇതിനകത്ത് ഈ ഫോട്ടോ വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ ഗ്രെയിൻസ് ഇതിനകത്തിലുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാം ഗ്രെയിൻസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ ബോറായിട്ടാണ് ഈ ഫോട്ടോ വന്നിരിക്കുന്നത്. കളർ ആക്യുറസി കാര്യങ്ങളൊന്നും ഈ ഫോട്ടോയിനകത്തിലില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫോട്ടോകൾ ഞാൻ കാണിക്കുന്നില്ല. ഇതിനേക്കാളും പരിതാപകരമായിട്ടാണ് വന്നത്. ഇത് ചെറിയൊരു ലൈറ്റുള്ള സമയത്താണ് എടുത്തത്. ഇവിടെ ഇരുട്ടുള്ള സമയത്ത് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇതിനേക്കാളും പരിതാപകരമായിട്ടാണ് ഫോട്ടോ വരുന്നത്. വീഡിയോഗ്രാഫി അത്യാവശ്യം നല്ലതായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. 1080p 30 FPS നല്ലതായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് നല്ല ഓട്ടോ ഫോക്കസിങ് കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇതിനകത്ത് സ്റ്റെബിലൈസേഷൻ ഇല്ല, വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇല്ല. നിങ്ങൾ ജസ്റ്റ് സ്റ്റെബിലൈസേഷൻ ഇല്ല എന്തോ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടന്നുകൊണ്ടാണ് ചിലപ്പം വീഡിയോ എടുക്കുന്നതെങ്കിൽ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഷേക്കി ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ സെൽഫി ക്യാമിലും വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇല്ല. അതുപോലെ തന്നെ നല്ലതായിട്ട് നിങ്ങൾ ഓടി ഒരു ഫോട്ടോ വീഡിയോ വല്ലതും എടുക്കുക, അത് നടന്ന് വീഡിയോ വല്ലതും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഒരു കുലുക്കം, ഒരു ഷേക്ക് മാതിരി ഫീൽ ചെയ്യും. ഇവിടെ വീഡിയോ സ്റ്റെബിലൈസേഷൻ വരുന്നത്. അതും സെൽഫി ക്യാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു 8 മെഗാ പിക്സൽ സെൽഫി ക്യാമിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമിന് പറയുമ്പോൾ നല്ല ഷാർപ്നെസ്സും അതുപോലെ തന്നെ നല്ല ഫേസ് ആൽഗരിതമാണ് സെൽഫി ക്യാം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് റെഡ്മിയുടെ നല്ലൊരു ആൽഗരിതമാണ് പ്രത്യേകിച്ച് സെൽഫി ക്യാമിലേക്ക് വരുമ്പം ഇതിനകത്തിലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നത്. പക്ഷേ ക്ലാരിറ്റി കുറവായിരിക്കും. കാരണം ഇതൊരു 8 മെഗാ പിക്സൽ ഷൂട്ടർ മാത്രമാണ്. അതിൻ്റെ മാക്സിമം പെർഫോമൻസ് ഇവിടെ 8 മെഗാ പിക്സൽ ക്യാമറ തരുന്നുണ്ടെന്ന് തന്നെ പറയാം. ഇനി നമ്മൾ പെർഫോമൻസിലേക്കാണ് പോകുന്നത്. പെർഫോമൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിനതിൽ ഹീലിയോ G80 ആണ് വരുന്നത്. നമ്മളിത് നേരത്തെ കണ്ടത് നാർസോ സീരീസിലായിരുന്നു. നാർസോ 10-ലായിരുന്നു ഹീലിയോ G80 വന്നത്. ഹീലിയോ G80യുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീലിയോ G80, G85ഉം G70 എല്ലാം ഏകദേശം ഒരേ പെർഫോമൻസ് തരുന്ന പ്രോസസ്സാണ്. എല്ലാം ഉള്ളൊരു പ്രശ്നം നിങ്ങൾക്കറിയാം, ഹീറ്റിംഗ്. അത് ഇവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതിനകത്ത് കിട്ടുന്ന സെറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തും ഓൾട്രയുമാണ്. അതുപോലെ തന്നെ HD ഹൈ വരുന്നുണ്ട് കാര്യമാണ്. ഞാൻ സ്മൂത്ത് ഓൾട്ടറിലിട്ട് കളിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. Asphalt 9 ഭയങ്കര ലാഗായിരുന്നു. ഇടയ്ക്ക് ഭയങ്കര ഡ്രോപ്പും ഫ്രെയിം ഡ്രോപ്സും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. PUBG പക്ഷേ ഓക്കെ ആയിട്ടാണ് റൺ ചെയ്ത്. PUBGയും ഫ്രീ ഫയറുമാണ് നിങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഫോൺ മേടിച്ച് വലിയ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. PUBGയിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഫ്രെയിം ഡ്രോപ്പ് കാണാൻ സാധിച്ചുള്ളൂ. പിന്നെ നിങ്ങളൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകത്തില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂറൊക്കെ ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫോണിൽ ഓവർ ഹീറ്റിംഗ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനേക്കാളും നല്ലൊരു ഫോണായിട്ട് ഒരു 4,000 രൂപ നിങ്ങൾക്ക് കൂടുതലിടാൻ പറ്റുമെങ്കിൽ M2 Pro എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുക. ഹീറ്റിംഗ് ഒരു പ്രശ്നമാണെങ്കിൽ. ഇനി ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ ഇതിന് ബാറ്ററി വരുന്നത് 5020 mAh ആണ്. ഇവിടെ ഒരു പോരായ്മ അൺബോക്സിങ്ങിൽ ഞാൻ തന്നെ പറഞ്ഞായിരുന്നു, ഇതിന് 18 വോട്ട് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഇവർ തന്നിരിക്കുന്നത് 10 വോട്ട് ചാർജറാണ്. ഈ 10 വോട്ട് ചാർജർ ഇട്ട് ഈ ഫോൺ ചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം 3.25 മണിക്കൂർ സമയം എടുക്കും. 0 to 100 സപ്പോർട്ട് 18 വോട്ട് കൊടുത്തപ്പോൾ 18 വോട്ട് ചാർജറെങ്കിലും കൊടുക്കാമായിരുന്നു. ഞാൻ 18 വോട്ട് വെച്ചും ഇത് ചാർജ് ചെയ്തായിരുന്നു. അപ്പോൾ ഏകദേശം 2.25 മണിക്കൂർ ഇത് ചാർജ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് ലാഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 18 വോട്ട് ചാർജർ മേടിച്ച് ചാർജ് ചെയ്യുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ടയ്ക്ക് 1.5 ദിവസം ഇത് നിങ്ങളോട് നിൽക്കും. അതിൽ ഒരു കുഴപ്പവും ഇല്ല. ഹെവി ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം പക്കയായിട്ട് ഇതിൻ്റെ ബാറ്ററി നിൽക്കും. അല്ലാതെ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ എന്തായാലും 1.5 ദിവസം നിങ്ങൾക്ക് കട്ട ബാറ്ററി ബാക്കപ്പ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. അതിനൊന്നും ഒരു കുഴപ്പവും ഇതിനില്ല. സ്ക്രീൻ ഓൺ ടൈം ഏകദേശം 9 മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഈ ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഒരു എബവ് നോർമൽ യൂസറാണ്. ഞാൻ അത്രയും കട്ട ഗെയിമറൊന്നുമല്ല, എബവ് നോർമൽ യൂസറാണ്. ഇനി നമ്മൾ ഫൈനൽ വെർഡിക്റ്റിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ 10,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഫോണാണ് റെഡ്മി നോട്ട് 9 പ്രൈം. കാരണം ബാക്കി ഉള്ള ഫോണുകൾ, ഈ പ്രൈസിൽ വരുന്ന ഫോണുകളെല്ലാം നിങ്ങൾക്ക് തരുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഒന്ന് G35 അല്ലെങ്കിൽ P22 അല്ലെങ്കിൽ G70 ഒക്കെയാണ്. അതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് എനിക്ക് ഈ ഫോൺ തോന്നി. കാരണം ഇതിനകത്ത് കുറച്ച് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ് ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിന് ഫുൾ HD+ ഡിസ്പ്ലേ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല ബാറ്ററി തരുന്നുണ്ട്. ഒരു നല്ല ഡിസൈൻ ഇതിനകത്ത് വരുന്നുണ്ട്. അത്
നല്ല ബാറ്ററി ബാക്കപ്പ് ഈ ഫോൺ തരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് ഈ ഫോൺ തരുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് ഒരു ഫുൾ HD+ ഡിസ്പ്ലേ അവർ തരുന്നുണ്ട്. വൈഫൈ ബാൻഡ്വിഡ്ത്ത് 5 സപ്പോർട്ടും തരുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഈ ഫോൺ നമുക്ക് നല്ലത് തരുന്നു. ഇനിയും മറ്റ് ഫോണുകൾ ചെയ്ത കൂട്ട് തന്നെ റെഡ്മി ഇതിൻ്റെ വില കൂട്ടി 2000 അല്ലെങ്കിൽ 1000 രൂപ ഇതിനകത്ത് കൂട്ടിയില്ലെങ്കിൽ 10000 രൂപയ്ക്ക് താഴെ വരുന്ന ഏറ്റവും നല്ല മികച്ച ഫോൺ തന്നെയാണ് 9 പ്രൈം. കളേഴ്സും വേരിയൻസും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് കിട്ടുന്നത്. അത് നിങ്ങൾ അൺബോക്സിങ് വീഡിയോയിൽ പോയി കാണുക. ഞാൻ അപ്പം ആമസോണിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇത് ഫ്ലാഷ് സെയിലാണ് വിൽക്കുന്നത്. നിങ്ങളപ്പം ഡേറ്റ് പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക. നോർമൽ യൂസേഴ്സിനെല്ലാം ഈ ഫോൺ നല്ലൊരു ഫോണാണ്. ഇറ്റ്സ് മീ മായാവി സൈനിങ് ഓഫ്.